അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ക്യാപ്റ്റൻസി ടാസ്കിനൊടുവിൽ സാബുമാൻ ഈ വീക്കിലെ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ്. 11th വീക്കിന്റെ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് നമ്മുടെ സാബുമാൻ. അപ്പോൾ അത് ഇത്തിരി കടുകട്ടിയുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു, എൻഡ്യൂറൻസ് ടാസ്ക് തന്നെയായിരുന്നു. 3 പേര് നന്നായിട്ടാണ് ഞാൻ പെർഫോം ചെയ്തത്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയത് അനിമോളും ആര്യന് കുറച്ചും കൂടെ നന്നായിട്ടാണ് പെർഫോം ചെയ്തത്. പക്ഷെ ക്യാപ്റ്റൻ ആയത് സാബുമാൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ പെങ്ങളൂട്ടി കളി ഉണ്ടല്ലോ, അതായത് ഷാനവാസിക്കയും പെങ്ങളൂട്ടികളും തമ്മിലുള്ള കളി, അതായത് ആ ഒരു പെങ്ങളൂട്ടി കോംബോ അതങ്ങ് ഫ്ലോപ്പ് ആയിട്ടുണ്ട്, പൊട്ടി തകർന്നിരിക്കുകയാണ്. ഈ ക്യാപ്റ്റൻസി ടാസ്കിനിടയ്ക്ക് നെവിന്റെ ഒരു അലമ്പും സത്യം പറയല അൺസഹിക്കബിൾ ആയിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് നമുക്ക് റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും കമന്റ് ചെയ്യുക, ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. ആൻഡ് നമുക്ക് നേരെ ഇതിലോട്ട് പോവാം. ആദ്യം തന്നെ ഇന്നലെ രാത്രി 1 മണിക്കുള്ള ഒരു ടോക്കാണ് കാണിക്കുന്നത്. ഷാനവാസ് ആദിലും തമ്മിലുള്ള ടോക്കാണ്. അപ്പം ആദില് പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇക്ക ഒരു മെയിൽ ഷോവനിസ്റ്റിന്റെ ഒരു സ്വഭാവം ഇക്ക സൂപ്പർ ആണെന്ന് ആദിലെ ഞാൻ അപ്പോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്ക എന്ന് പറഞ്ഞപ്പം. അപ്പൊ നിങ്ങൾ എന്നെ മെയിൽ ഷോവനിസ്റ്റ് എന്ന് പറഞ്ഞല്ലേ. ഇത്രയും ജനങ്ങൾ, ഞാൻ 1 മാസം കഴിഞ്ഞ് വീട് വിട്ട് ഇറങ്ങി പോയാലും ശരിയല്ല, പക്ഷെ ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എന്നെ ഒരു മെയിൽ ഷോവനിസ്റ്റ് ആക്കിയല്ലേ, അത് എന്റെ നെഞ്ചിൽ കഠാര കുത്തി ഇറക്കുന്നതിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞ് ഒരു വലിയൊരു ഡ്രാമ അവിടെ ഷാനവാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മെയിൽ ഷോവനിസ്റ്റ് എന്ന് പറഞ്ഞത് വെറുതെ ഒന്നുമല്ലല്ലോ, മെയിൽ ഷോവനിസ്റ്റ് ബിഹേവിയർ കാണിച്ചുകൊണ്ടല്ലേ മെയിൽ ഷോവനിസ്റ്റ് എന്ന് പറഞ്ഞത്. അതൊക്കെ കറക്റ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞ ഷാനവാസിന്റെ കാര്യത്തിൽ. ശരിക്കും പറഞ്ഞ ഷാനവാസിന്റെ കാര്യത്തിൽ കറക്റ്റ് തന്നെയാണ്, എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ ആദിലയുടെ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഷാനവാസ് അങ്ങ് ഞെട്ടിപ്പോയി. ആൻഡ് ഇതിനുശേഷം അങ്ങനെ എന്നെ പറ്റി പറയാനേ പാടില്ലെന്ന് എനിക്ക് പ്രതിഷേധമുണ്ട്, എനിക്ക് വിഷമമുണ്ടെന്നൊക്കെ ഷാനവാസ് അവിടെ പറയുന്നുണ്ട്. ഇതിനുശേഷം മോർണിംഗ് സോങ് ആണ്. മോർണിംഗ് സോങ്ങിന് ശേഷം നമ്മുടെ ആര്യനാണെങ്കിൽ എല്ലാവരെയും കൊണ്ട് സൂര്യ നമസ്കാരം ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ പണിയെടുക്കാൻ മടിയുള്ള നെവിൻ അവിടെ ആദ്യം ചെയ്യാൻ കുറച്ച് പാടൊക്കെ പെടുന്നുണ്ട്, അത് നന്നായിട്ട് ചെയ്യുന്നൊന്നുമില്ല. ആൻഡ് ഇതിനുശേഷം ക്യാപ്റ്റൻസി ടാസ്ക് പറയാണ്. ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സീസൺ 5 നമ്മുടെ ഒരു എൻഡ്യൂറൻസ് ടാസ്ക് ഉണ്ടായിരുന്നില്ല, കയറ് പിടിച്ച് നിൽക്കുക എന്നുള്ളത്, ടിക്കറ്റ് ഫിനാലയിൽ അതേ ടാസ്ക് തന്നെയാണ്, കയറ് പിടിച്ച് നിൽക്കുക. ആൻഡ് എൻഡ്യൂറൻസ് ടാസ്ക് ആണ്. അങ്ങനെ എൻഡ്യൂറൻസ് ടാസ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ഓരോ കയറ് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് ഫിസിക്കലി ആരും അഗ്രഷൻ പാടില്ല, ബട്ട് ബുദ്ധിപരമായിട്ട് വെർബലി ഇവരെ പുറത്താക്കാം. അങ്ങനെ പ്രൊവോക്കിംഗ് അങ്ങോട്ട് അനിമോൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, ആര്യൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇതിന്റെ കൂടെ സാവുമാൻ അങ്ങ് കൂടെ പോകുന്നു. അങ്ങനെ അങ്ങോട്ട് വലി ഇങ്ങോട്ട് വലി പിടി വലി അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു വരുന്നു. ആൻഡ് ഇതിനിടയ്ക്ക് ആര്യൻ നല്ലതുപോലെ തൊട്ടും തലോടിയൊക്കെ അനിമോളെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, അനിമോളും തിരിച്ച് നന്നായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. സത്യം പറയല്ലേ, ഈ ക്യാപ്റ്റൻസി ടാസ്ക് നിറഞ്ഞു നിന്നത് ആര്യൻ അനിമോളും തന്നെയാണ്, ആര്യനും അനിമോളും തന്നെയാണ്, 100% തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവര് 3 പേരും എടുത്തൊരു എഫേർട്ട് ഉണ്ട്. അതായത് ഈ ടാസ്ക് ചെയ്യാൻ വേണ്ടി, എൻഡ്യൂറൻസ് ടാസ്ക് ചെയ്യാൻ വേണ്ടി ഇവർ 3 പേരും എടുത്ത എഫേർട്ട് ഉണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ അനിമോക്ക് ഇട്ട് പോവായിരുന്നു, ആര്യനിട്ട് പോവായിരുന്നു, സാബുമാന്റെ താല്പര്യം. പക്ഷെ ഇവര് നന്നായിട്ട് ആ ടാസ്ക് ഹാൻഡിൽ ചെയ്തു. പ്രത്യേകിച്ച് അനിമോളെ എടുത്ത് പറയണം. കാരണം അനിമോളാണെങ്കിൽ ആര്യന് അത്രമാത്രം ആര്യം പ്രൊവോക്ക് ചെയ്തു, അനിമോളും തിരിച്ച് പ്രൊവോക്ക് ചെയ്തു, അതുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അനിമോളാണെങ്കിൽ എത്രത്തോളം പ്രൊവോക്ഡ് ആയി, നല്ലതുപോലെ അനിമോൾ പ്രൊവോക്ഡ് ആയി. പക്ഷെ അനിമോൾ അത് പിടിച്ചു നിന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ആര്യനാണ് കൂടുതൽ അനിമോളെ പ്രൊവോക്ക് ചെയ്തത്, അനിമോളും തിരിച്ചു ആര്യനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ആര്യനത് ഫിസിക്കലി അത് ഫിറ്റ് ആണെങ്കിലും ആര്യനും അത്യാവശ്യം പ്രൊവോക്ഡ് ആയില്ല, അത് കളിച്ചിരി തമാശയോടെ എടുത്തു. പക്ഷെ ആര്യൻ നല്ലപോലെ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് മൂന്നാമത് സാബുമാൻ അവിടെ മിണ്ടാപ്പൂച്ച കല മുടച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. സാബുമാൻ അവിടെ ക്യാപ്റ്റൻ ആയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, സത്യം പറഞ്ഞ. അതായത് എന്തോന്നാണ്, കൈ നനയാതെ മീൻ പിടിച്ചു അങ്ങനെ പറയാൻ പറ്റൂല. പക്ഷെ വലിയൊരു ഒരു ഗെയിമായിട്ട് സാബുമാൻ ഇത് ചെയ്തില്ല, ആസ് എ ടാസ്ക് ആയിട്ട് മാത്രമേ സാബുമാൻ ഇത് കളിച്ചിട്ടുള്ളൂ, അത് വേറെ കാര്യം. ആൻഡ് ഇതിനിടയ്ക്ക് നമ്മുടെ അനുവിന് വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷെ ആരും സമ്മതിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അനു അവിടെ വാഷ്റൂമിൽ പോയിട്ട് ഒരു ഗെയിം പ്ലാൻ ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. മാത്രം അത് പേഴ്സണൽ കാര്യം, അനുമോക്ക് നല്ലൊരു വാഷ്റൂം പോകണം എന്ന് തോന്നിയിട്ടുണ്ട്, അത് വേറെ കാര്യം. ബട്ട് അങ്ങനെ പോവാണെങ്കിൽ പറ്റില്ലല്ലോ, ഇവർക്ക് പറ്റില്ലല്ലോ. അങ്ങനെ ഒരു ആര്യനത് സമ്മതിക്കുന്നില്ല. ബട്ട് ഇത് ന്യായം അവരുടെ ആര്യന്റെയും സാവുമാന്റെ ഭാഗത്തുണ്ട്. കാരണം എങ്ങനെ അവര് ഒരു
വാഷ്റൂം പോകാൻ പറയുകയാണെങ്കിൽ അത് നടക്കില്ല. ആൻഡ് ഇതിനുശേഷം നോമിനേഷൻ പറയുകയാണ്. 11ാം വീക്കിലെ നോമിനേഷനാണ്. ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കാനുള്ള ബിഗ് ബോസ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലോസിംഗ് നോമിനേഷൻ തന്നെയാണ്. അപ്പം ഇവര് 3 പേര് ഒഴിച്ച്, ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്ന ഇവര് 3 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും അകത്ത് പോയി നോമിനേഷനാണ്. നോമിനേഷനിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഷാനവാസ് അക്ബറിനെ പിടിച്ചിട്ടുണ്ട്. അക്ബറിനെ പിടിച്ചിട്ട് വേറെ എന്തൊക്കെയോ കഥ പറയുന്നു. സത്യമായിട്ട് വേറെ എന്തൊക്കെയോ കഥ പറയുന്നു. അക്ബറിനെ പിടിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നു. ഒന്നും മനസ്സിലായില്ല സത്യമായിട്ടും. ഞാൻ ചെയ്യുന്ന ആരെയും നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഷാനവാസ്, ഈ ഷാനവാസ് മിക്കവാറും അക്ബറിന് ചുമ്മാ ബീൻബാക്കിയിരിക്കുന്ന അക്ബറിന് ഷാനവാസിന് വോട്ട് വാങ്ങി കൊടുക്കാൻ സത്യം പറഞ്ഞ. ആൻഡ് അതായത് അക്ബർ വന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇപ്പൊ ഷാനവാസ് അക്ബറിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതിനിടയ്ക്ക് അനീഷ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് നെവിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. നൂറേനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോമിനേഷൻ ലക്ഷ്മിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ നെവിനാണ് ഈ അക്ബറിനെയാണ് കേട്ടോ നോമിനേറ്റ് ചെയ്തത്. പിന്നെ നെവിൻ വേറെ ആരും നോമിനേറ്റ് ചെയ്തു, നൂറേനോ ആരെ ഒരാളെ കൂടെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോമിനേഷൻ കഴിഞ്ഞ് ഇനി ഇവരുടെ നോമിനേഷനാണ്. ഇവർ പ്ലാസ്മ ടിവിക്ക് മുമ്പിൽ വന്ന ഓപ്പൺ നോമിനേഷനാണ്. അങ്ങനെ ഫസ്റ്റ് സാബുമാൻ നോമിനേറ്റ് ചെയ്യുന്നത് നെവിനെയും അക്ബറിനെയാണ്. നെവിന്റെ ഇന്നത്തെ ഇഷ്യൂ പറഞ്ഞാണ്, ആ പാലിന്റെ ഇഷ്യൂ പറഞ്ഞാണ് നെവിനെ നോമിനേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ പേരിൽ നെവിനും സാബുമാനെ കുറെ പറയുന്നുണ്ട്. അങ്ങനെ സാബുമാനോട് നെവിൻ ഒരു വഴക്കുണ്ടാവുന്നുണ്ട്. കാരണം നെവിന്റെ കാര്യം നെവിന് പക്ക അലമ്പായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അത് ഇന്നലെ രാത്രിയുള്ള കാര്യമാണ്. ഇന്നത്തെ കാര്യം നെവിൻ പക്ക അലമ്പായിരുന്നു, അത് പറയാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നോമിനേഷനൊക്കെ ആസ് എ ഗെയിം പാർട്ടായിട്ട് ഇത് അങ്ങ് പോയിട്ട് നെവിൻ അങ്ങ് ഒരുമാതിരി ഓവർ ഷോയും നെവിനെ ആരും നോമിനേറ്റ് ചെയ്യാൻ പാടില്ലാത്ത രീതിയും അങ്ങനെ അത് എന്തോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല ഒരു ആർക്ക് ഇഷ്ടപ്പെടുകയില്ല. ഇതിനിടയ്ക്ക് നെവിൻ അവിടെ കാണിച്ച കോപ്രായങ്ങളുണ്ട്, അത് പറയാം, അങ്ങോട്ട് പോകുമ്പോൾ പറയാം. അങ്ങനെ നോമിനേഷൻ അവിടെ നടക്കുകയാണ്. നെവിൻ സാബുമാൻ പിന്നെ നോമിനേറ്റ് ചെയ്യുന്ന അക്ബറിനെയാണ്. അന്ന് ഞാൻ അക്ബറിനെ പറഞ്ഞപ്പോൾ അക്ബറിനെ വിളിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിനൊന്നും ആവശ്യമില്ലായിരുന്നു, അക്ബർ ഇവിടെ ഒരു ഇതാണെന്നൊക്കെ പറഞ്ഞ് സാബുമാൻ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം ആര്യൻ പോയിട്ട് അനുവിനെയും നൂറയോ ഈ ആര്യൻ നോമിനേറ്റ് ചെയ്ത ആളെ മറന്നു. ആര്യ ഇവിടെ അനുവിനെയാണ് മെയിൻലി നോമിനേറ്റ് ചെയ്യുന്നത്. അനിമോളെ ഇപ്പോഴും ഗ്രൂപ്പ് ഗെയിം കളിക്കുകയാണ്, പട്ടാ ഗേൾസിന്റെ കളിക്കുകയാണ് എന്ന് പറഞ്ഞ് അനിമോളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. വേറെ ഒരാളെയും കൂടി നോമിനേറ്റ് ചെയ്യുന്നു. നെവിനെയാണെന്ന് തോന്നുന്നു. നെവിനെയല്ല, വേറെ ഐ തിങ്ക് ആദിലയോ ആദിലേനാണെന്ന് തോന്നുന്നു നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിനുശേഷം അനിമോൾ നോമിനേറ്റ് ചെയ്യുന്നത് ആര്യനെയും നെവിനെയാണ്. നെവിനാണെങ്കിൽ പാലുകെട്ട വിഷയത്തിലാണ് നെവിനെ നോമിനേറ്റ് ചെയ്യുന്നത്. അതൊരു ഫണ്ണാക്കി മാറ്റിയെടുക്കാവുന്ന സിറ്റുവേഷൻ അത്രത്തോളം ബോറാക്കിയത് നെവിൻ മാത്രമാണ്. അത് പറഞ്ഞ സത്യം തന്നെയാണ്. പിന്നെ പറയുന്നത് ആര്യനാണ്. ആര്യന് ജിസൈലിന്റെ കാര്യം ഇടിച്ചാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അത് എന്തോ ഒരു അൺയൂഷ്വൽ ആയിട്ട് ഇപ്പൊ തന്നെ അതിനെ ഫിസിക്കലി ഭയങ്കര ടച്ച് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അതും പറയുന്നുണ്ട് നോമിനേഷനിൽ. അങ്ങനെ നോമിനേഷനിൽ വന്നിട്ടുള്ളത് ലക്ഷ്മി, ആര്യൻ, നെവിൻ, നൂറ, ഷാനവാസ്, അക്ബർ, ഇത്രയും പേരാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത്. ഈ ക്യാപ്റ്റൻസി കിട്ടുന്ന ആൾക്ക് നോമിനേഷൻ ഫ്രീ കിട്ടുമെന്നുണ്ടായിരുന്നു. പക്ഷെ സാബുമാനെ വോട്ടില്ല. സാബുമാനെ ഒരാളെന്തോ എനിക്ക് തോന്നുന്നത് ഒരാൾ സാബുമാനെ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് നെവിനാണ് സാബുമാനെ വോട്ട് ചെയ്തത് കേട്ടോ. നെവിൻ സാബുമാനെ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ അനുവിനെ വോട്ട് ചെയ്ത ആര്യം മാത്രമാണ്. ആദിലിനെ വോട്ട് ചെയ്തത് ഐ തിങ്ക് വേറെ ഒരാളും കൂടിയാണ് ആദിലെ നോമിനേറ്റ് ചെയ്തത്. പിന്നെ അതുകൊണ്ട് ഇവരാരും നോമിനേഷനിൽ വന്നില്ല. ബാക്കിയുള്ള എല്ലാവരും നോമിനേഷനിൽ വന്ന് അനീഷിന് ആ പേര് ആരും ഒട്ടും പറഞ്ഞിട്ടുമില്ല. അനീഷിന്റെ പേര് ആരും പറഞ്ഞില്ല. അങ്ങനെ ഇവർ ഇത്രയും പേര് നോമിനേഷനിൽ ഇല്ല. ഞാൻ സാബുമാന് ആ ഒരു നോമിനേഷൻ ഫ്രീ എന്നുള്ള പവർ കിട്ടത്തില്ല. കാരണം സാബുമാൻ ഓൾറെഡി നോമിനേഷൻ ഫ്രീ ആണ്. അങ്ങനെ ആ നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ തുടങ്ങി അടുത്ത അടി എന്ന് പറഞ്ഞാൽ നെവിനാണ് വിഷയം. അതായത് അവിടെ ഈ ആര്യനും സാബുമാനും കൂടെ വെസൽ ക്ലീൻ ചെയ്തിട്ട് നെവിൻ ഉടനെ വന്ന് വെസൽ ക്ലീൻ ചെയ്ത് വെള്ളം കുടഞ്ഞ് അനുമോളെ അദ്ദേഹത്തെ തെറിപ്പിക്കുന്നു. അങ്ങനെ തെറിപ്പിച്ച് അനുമോളെ പുറത്താക്കാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ തെറിപ്പിച്ച് അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവുന്നത്. ആ നെവിൻ പിന്നെ അവിടെ കിടന്ന് മഹാ അലമ്പ് കാണിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ 3 ടാസ്കും കൊടുത്തത് ഇവർക്ക് 3 പേർക്ക് തന്നെയാണ്. ഇതിൽ മറ്റുള്ളവർക്ക് പ്രൊവോക്ക് ചെയ്യാം, വെർബലി അത് പറഞ്ഞിട്ടുണ്ട്. വെർബലി വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, അതിന് കുഴപ്പമില്ല. പക്ഷേ ഈ നെവിൻ കാണിച്ചത് പക്ക ഫിസിക്കൽ അഗ്രഷൻ തന്നെയാണ്. കാരണം അങ്ങനെ ഫിസിക്കലി ഇടപെടാൻ പാടില്ല എന്ന് ലെറ്ററിൽ പറഞ്ഞു. നെവിൻ അവിടെ കയറി ഈ കയറിന്റെ ഇടയ്ക്ക് ചുറ്റുക, വെള്ളം പാത്രം കഴിയുക, വെള്ളം തെറിപ്പിച്ച് അനുമോളെ പുറത്താക്കാൻ വേണ്ടി നോക്കിയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ നെവിനാണ് ഈ മഹാ അലമ്പ് കാണിച്ച് അനുമോളെ ഇത് കാണിച്ച് അനുമോൾക്ക് വോട്ട് കൊടുക്കാൻ നോക്കിയാണ് എനിക്ക് ഫീൽ ചെയ്തത്.
എന്തിന്റെ ഒരു ആവശ്യമില്ല നെവിൻ ഇവിടെ അലമ്പോടെ. നെവിൻ വിചാരിക്കുന്നത് ഇതെന്തോ ഭയങ്കര ഫണ്ണായിട്ട് ആൾക്കാർ എടുക്കുമെന്നാണ് നെവിൻ വിചാരിച്ചത്. പക്ഷെ നെവിൻ ഇത് പക്ക അലമ്പാക്കി കളഞ്ഞു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അവിടെ കിടന്ന് നെവിനാണെങ്കിൽ കയറിനെ ചുറ്റി വരിയുന്നു, പക്ഷെ ഇവര് പിടിവിടുന്നില്ല, ചുറ്റി വരിയുന്നു. എന്നിട്ട് പോയി അവിടെ കിടക്കുകയാണ്. അതായത് ആ അഴുക്ക കിച്ചന്റെ തറയിൽ കയറി നെവിൻ കിടക്കുകയാണ്. ആൻഡ് ആദില പോയി കംപ്ലൈന്റ് ചെയ്യുന്നത്, ബിഗ് ബോസിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്ത് നെവിൻ ഇവിടെ ക്യാപ്റ്റൻസി ടാസ്ക് അലമ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഫിസിക്കൽ അഗ്രഷൻ പാടില്ല അലമ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അത് മാത്രമല്ല അവിടെ കയറി കിടക്കുകയാണ്. അത് ബിഗ് ബോസിൽ പറയണം. അപ്പം ബിഗ് ബോസ് ആണെങ്കിൽ നേരെ ആദിലയുടെ തലയിൽ കൊണ്ട്, കാരണം ഇത് ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തമാണ് ഈ ഇവരെ, അതായത് അങ്ങനെ ഒരു ഇത് ഉണ്ടാവേണ്ട ക്യാപ്റ്റൻ പിടിച്ച് മാറ്റാം. അങ്ങനെ പറഞ്ഞിട്ട് മാറ്റില്ല. അപ്പൊ കുറെ നേരം നെവിൻ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു, ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു, കയറി ചുറ്റി കിടക്കുകയാണ് അങ്ങോട്ട്. അങ്ങനെ നെവിൻ ആ അലമ്പാക്കി കളഞ്ഞു, പറയാതിരിക്കാൻ പറ്റില്ല. ആൻഡ് നെവിനാണെങ്കിൽ അനുമോളെ നന്നായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ കുറെ നേരം കഴിഞ്ഞ് പറഞ്ഞ് അവസാനം നെവിൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടും അനുമോള് പിടിച്ചിരുന്ന ഭാഗത്ത് ഇങ്ങനെ കൈ ചുറ്റി പിടിക്കുന്നൊക്കെ ഉണ്ട് നെവിൻ. എന്നിട്ട് ശേഷം നെവിൻ ഉടനെ ചെന്നിട്ട് റൂമിൽ കയറി അനുമോളെ ബെഡിൽ കയറി കിടക്കാണ്. കൂടെ അനുമോള് കിടക്കുന്നു, എല്ലാവരും കിടക്കാൻ പറയുമ്പോൾ അക്ബർ കയറി കിടക്കുന്നു. അങ്ങനെ അവളെ മൊത്തം അലമ്പായി. ഇതിന് ശേഷം മറ്റേ റിയൽ ജുവലറിയുടെ കോയിൻ ടാസ്ക്. അപ്പൊ എത്ര കോയിൻ കിട്ടി എന്നുള്ള കാണിക്കുന്നുണ്ട്. അനുമോക്കൊക്കെ ഒരു കോയിൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ടാസ്ക് ജയിച്ചുകൊണ്ട്. ആൻഡ് ഇതിന് ശേഷം അനുമോള് വാഷ്റൂമിൽ പോകണമെന്ന് ബിഗ് ബോസിനോട് പറയാണ്. പക്ഷെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ പോകണമെങ്കിൽ അനുമോക്ക് ഇട്ടിച്ച് പോവാം. അത് അനുമോൾ അവിടെ എടുത്താണ്. എനിക്ക് ക്യാപ്റ്റൻ ആവണമെന്ന് ആഗ്രഹമുണ്ട് ബിഗ് ബോസ്, പക്ഷെ എനിക്ക് വാഷ്റൂമിൽ പോകണം ബിഗ് ബോസ്, എന്ത് ചെയ്യാം ബിഗ് ബോസ്, എന്തെങ്കിലും ഒന്ന് പറ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് അനുമോള് ക്യാമറയുടെ പോയി പറയുന്നുണ്ട്. പക്ഷെ അനുമോക്ക് ഇട്ടിച്ച് പോകാനുള്ള റൈറ്റ്സേ ഉള്ളൂ. അത് എൻഡ്യൂറൻസ് ടാസ്കിന്റെ പ്രത്യേകത അത് തന്നെയാണ്. ഇതിന് ശേഷം സ്കേർട്ടൊക്കെ യൂസ് ചെയ്ത് അനുമോൾ പബ്ലിക്കായിട്ട് ജീൻസ് ഒക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇതിന് ശേഷം ക്യാപ്റ്റൻസി ടാസ്കിൽ ഒരു ട്വിസ്റ്റ് വരുത്തിയാണ് ബിഗ് ബോസ് ഇവരെ മൂന്നിനെ പ്ലാസ്മ ടിവിക്ക് മുമ്പിൽ കൊണ്ടുവന്ന് ഈ കയറ് പിടിച്ചിരിക്കുന്ന കൈ നേരെ ഇങ്ങനെ പിടിക്കാൻ പറയാണ് ബിഗ് ബോസ്. ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു, അങ്ങനെ പിന്നെ പിടിച്ച് നിൽക്കാൻ. അപ്പൊ നിവർത്തി പിടിക്കാൻ. ആദ്യം അനുമോൾ നേരെ പിടിക്കുന്നില്ല, ആരും നേരെ പിടിക്കുന്ന, സാവുമാൻ എങ്ങനെയൊക്കെ ഇങ്ങനെ വളച്ചു പിടിക്കുന്നു. പക്ഷെ സാവുമാന് പറഞ്ഞിട്ട് കാര്യം, സാവുമാനെ ജിമ്മിൽ പോകുന്നോണ്ട് കൈ നേരെ വരില്ല, കൈ ഇങ്ങനെ വരുള്ളൂ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ആൻഡ് അങ്ങനെ പിടിക്കുന്നുണ്ട്, എങ്ങനെ നേരെ പിടിക്കുന്നുണ്ട്. അങ്ങനെ അനുമോള് എന്ത് ചെയ്യുന്നു, അനുമോളെ താത്തി, അങ്ങനെ താത്തി ലക്ഷ്മി പോയി പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അനുമോള് താത്തി ആര്യം താത്തി ലക്ഷ്മി കിടക്കണ ഭയങ്കര പ്രൊവോക്കിങ്. ലക്ഷ്മിയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ലക്ഷ്മി ആണെങ്കിൽ ഭയങ്കര ബോസി ക്യാരക്ടർ ആയിരുന്നു. ആദ്യത്തെ ലക്ഷ്മിയിലെ നോമിനേറ്റ് ചെയ്ത പ്രിൻസിപ്പൽ ടൈപ്പ് എന്നാണ്. കറക്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആര്യനെ അനുമോളെയും കൊണ്ട് കിച്ചൺ ഡ്യൂട്ടി ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് ലക്ഷ്മി അവിടെ ഇരുന്ന് തമ്പുരാട്ടി കണക്ക്, ഷാനവാസ് പറഞ്ഞ കറക്റ്റ് തമ്പുരാട്ടി കണക്ക് ഇങ്ങനെ കിടന്ന് ആജ്ഞാപിക്കുന്നു. എന്തൊരു ഇതാണ്. കാരണം ലക്ഷ്മി മൊത്തം അലമ്പായിരുന്നു ലക്ഷ്മി ഇന്ന്. സത്യം പറഞ്ഞ ഭയങ്കര അലമ്പായിരുന്നു ലക്ഷ്മി ഇന്ന്. ഒരു സ്റ്റാൻഡും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുക. എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഇല്ലാതാണ് ലക്ഷ്മി ഗെയിം കളിച്ചത്. അതും പോരാനായിട്ട് കിച്ചൺ ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ ഒരു പണി എടുക്കാതെ മറ്റുള്ളവരെ കൂടെ പണി എടുപ്പിക്കുന്നത് വെറും 6 ബോറാണ്. എന്നിട്ട് അതിന്റെ ഇടയിൽ ഇടപെടുകയും ചെയ്യും, പണി ചെയ്യിപ്പിക്കുകയും ചെയ്യും. കഷ്ടം തന്നെ. അങ്ങനെ ബിഗ് ബോസ് എന്ത് ചെയ്തു, അങ്ങനെ പിടിച്ച് അങ്ങനെ ഫസ്റ്റ് എന്ത് ചെയ്തു, എല്ലാവരും കൂടെ പറഞ്ഞ് ആദില അനുമോൾ ആവട്ടെ. പക്ഷെ ആദിലയ്ക്ക് വേണമെങ്കിൽ ഇവിടെ ഗെയിം കളിക്കാം. അതായത് ആദിലയ്ക്ക് വേണമെങ്കിൽ അനുമോൾ കൈ താത്തിയിട്ടെന്ന് പറഞ്ഞ് ആദിലയ്ക്ക് വേണമെങ്കിൽ അനുമോളെ പുറത്താക്കാതിരിക്കരുത്. ഇവിടെ ആദിലയുടെ ചോയ്സാണ് ആരെ നിർത്തണം ആരെ പോണ്ടെന്ന്. പക്ഷെ ആദിലയ്ക്ക് വേണമെങ്കിൽ നിർത്തായിരുന്നു അനുമോളെ. ആൻഡ് അങ്ങനെ അനുമോളെ ആദ്യം പുറത്താക്കുമായിരുന്നു. ആൻഡ് ഇതിനുശേഷം അടുത്ത പിന്നെ എല്ലാവരും കൂടെ ആര്യന്റെ കൈ താന്നു, ആര്യന്റെ കൈ പൊങ്ങി. പക്ഷെ ഇതിനുശേഷം വിറയ്ക്കുന്നുണ്ടായിരുന്നു ആര്യന്റെയും സാവുമേന്റെയും കൈ. അവർ പറഞ്ഞ ശരിയാണ്, രണ്ടുപേരുടെയും കൈ ഒരുപാട് ഷേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, വിറയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ആര്യനെ ആദിലെ പുറത്താക്കുകയാണ്. അപ്പൊ സാബുമാൻ എന്ത് ചെയ്തു, സാബുമാനെ വിന്നറായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇതിന്റെ തുടങ്ങി ആര്യനും അക്ബറും കൂടെ ആദിലെ നേരെ ചാടാൻ തുടങ്ങി. ആദിലെ നേരെ ചാടിയിട്ട് ആദിലേനെ കുറെ ചീത്തയല്ല കുറെ പറയുന്നുണ്ട്. ആദിലയുടെ വീട്ടുകാരെ വരെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ലക്ഷ്മി എന്ത് ചെയ്തു, ലക്ഷ്മി ഈ അവസരം മുതലാക്കി ആര്യനെ വെച്ച് പ്രൊവോക്ക് ചെയ്യണം. ആര്യനെ വെച്ച് പ്രൊവോക്ക് ചെയ്തിട്ട് എന്തോന്ന് പറയുന്നത്, ആര്യൻ ഇസ് എ ലോസർ എന്ന് പറയും. ആര്യൻ ഇസ് എ ലോസർ എന്നൊക്കെ പറഞ്ഞ് പാട്ടും പാടി ഒരു ഓൾ മാക്ഡോണൽ ഹാർഡേ ഫാം ആ ഒരു പാട്ടിന്റെ ആ ഒരു ട്യൂൺ ഇങ്ങനെ പാട്ടും പാടി അവിടെ മൊത്തം പാടി നടന്ന ആര്യനെ മാക്സിമം പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് ആദിലയും ലക്ഷ്മിയും നമ്മുടെ
അക്ബറും ആരെയും കൂടെ പൊരിഞ്ഞിടും. ഇതിനിടയ്ക്ക് ലക്ഷ്മിയുമായിട്ട് ആദിലിനെ സപ്പോർട്ട് ചെയ്ത് ആദിലെ നന്നായിട്ട് കമാൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആദിലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലക്ഷ്മി. ആൻഡ് അങ്ങനെ അവിടെ ഒരു വഴക്ക് ഭയങ്കര വഴക്കുണ്ടാവുന്നുണ്ട്. ആര്യനെ പിടിച്ചാണ് അക്ബർ നിൽക്കുന്നത്. നെവിൻ എന്നൊക്കെ കയറി ആര്യനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അങ്ങനെ കിടന്ന് അവിടെ ഭയങ്കര ബഹളം വെക്കുക. ഇതിനുശേഷം ഷാനവാസും ആദില് നമ്മുടെ പെങ്ങളൂട്ടി കളിയുടെ അവസാനം, അതായത് അനുമോളും ഷാനവാസും കൂടെ പറയുന്നുണ്ട്, നീ ആര്യനെ വോട്ട് ചെയ്തു, ഞാൻ ആര്യനെ വോട്ട് ചെയ്തു, അങ്ങനെ 2 വോട്ട് ആര്യൻ ഇതിലായി. അങ്ങനെ ഹൈഫൈ കൊടുക്കുമ്പോൾ ഇതിനിടയ്ക്ക് ആദില കയറി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ഇത് വോട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞ്. അങ്ങനെ എന്ത് ചെയ്തു, ആദിലയും നൂറയും ഷാനവാസ് തമ്മിൽ നല്ല വഴക്കുണ്ടാവുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ ചതിച്ചു, നിങ്ങൾ എന്നെ, അതായത് മറ്റേ മെയിൻ ഷോവിനിസ്റ്റിക് പ്രശ്നമില്ല, അതിങ്ങനെ ഇട്ട് ഷാനവാസ് നിങ്ങൾ എന്നെ പെങ്ങളായിട്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ബഹളവും വഴക്കുമായിരുന്നു ഷാനവാസ്. അങ്ങനെ അത് നല്ല പൂര വഴക്ക് തന്നെയായിരുന്നു, അവര് നല്ല ഫൈറ്റ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പെങ്ങളൂട്ടിക്കാതും പൊളിഞ്ഞു എന്നല്ല, ആ ഒരു കോംബോയും പൊളിഞ്ഞു. ഒരു ട്രയാങ്കുലർ പെങ്ങളൂട്ടി കോംബോ പൊളിഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷം വെസൽ ക്ലീനിങ്ങിന്റെ പ്രശ്നം വരെയാണ്. അതായത് വെസൽ ക്ലീനിങ്ങിൽ ഒരാള് വെസൽ ക്ലീൻ ചെയ്യാതെ പ്ലേറ്റ് കഴിയില്ല. നെവിനാണ് കഴുകാത്തത്. നെവിൻ പറഞ്ഞു ഈ പാത്രങ്ങൾ കഴുകുക, ബാക്കി ഞാൻ വന്ന് കഴുകുക. അങ്ങനെ നെവിൻ ഇവിടെ വെസൽ ക്ലീൻ ചെയ്യാതെ വെക്കുകയാണ്. സത്യം പറയാലോ, ഇതുകൊണ്ട് തന്നെയാണ് നെവിൻ ബോറെന്ന് പറയുന്നത്. കാരണം പാത്രം കഴുകേണ്ട നെവിന്റെ ഉത്തരവാദിത്വം, പക്ഷെ നെവിൻ ആ പാത്രം കഴുകിയിട്ടില്ല, അത് നെവിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. ഇതുകൊണ്ടാണ് നെവിൻ ഇത്രയും ബോറാവുന്നത്. ഇങ്ങനെ പോയ നെവിൻ ഈ ആഴ്ച ഔട്ട് ആവാനുള്ള എല്ലാ ചാൻസും കാണുന്നു. കാരണം നെവിൻ ക്യാപ്റ്റൻസിയിലുണ്ട്, ക്യാപ്റ്റൻസിയില്ല, നോമിനേഷനിലുണ്ട്. ഇങ്ങനെ പോയ നെവിൻ തീർച്ചയായിട്ടും ഔട്ട് ആവുന്ന ഒരു സ്ഥിതിയാണ്. ലക്ഷ്മി അവിടെ നിന്ന് പോവുകയും ചെയ്യും. സാബുമാൻ ഓൾറെഡി നിന്നു, ടിക്കറ്റ് ഫിനാലിലോട്ട് പോവാണ്. ഇനി പറഞ്ഞിട്ട് എന്താണ്, നെവിന് അത്രത്തോളം അലമ്പ് കാണിക്കുകയാണ് നെവിൻ. സത്യം പറഞ്ഞ പറയാതിരിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഈ ഒരു ആഴ്ച നോ എവിക്ഷനും വെക്കാം. കാരണം ടിക്കറ്റ് ഫിനാലിൽ 10 പേരെങ്കിലും വേണമല്ലോ, നോക്കാം എന്തായിരിക്കുന്നു. ആൻഡ് അങ്ങനെ എന്ത് ചെയ്യണം, വെസലിന്റെ ക്ലീനിങ്ങിന്റെ പറഞ്ഞ് അത് അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ വെസൽ ക്ലീൻ ചെയ്യാത്തത് നെവിനാണ്. നെവിൻ ക്ലീൻ ചെയ്യില്ല. പക്ഷെ നെവിൻ അനീഷിന്റെ മുഖത്തേക്ക് കള്ളം പറഞ്ഞു, അതായത് അത് എന്റെ വെസലല്ല, ഞാൻ കഴിച്ച പാത്രമല്ല. ശരിക്കും പറഞ്ഞാൽ അത് അനുമോള് പൊളിച്ചെടുക്കുന്നുണ്ട്. അനുമോള് പോയിട്ട് അനീഷിനോട് പറയുന്നുണ്ട് ഇത് നെവിനാണ് ക്ലീൻ ചെയ്യാത്തതെന്ന്, ചേട്ടനെ കഴിവാൻ നിൽക്കണം എന്ന് പറയുമ്പോൾ ഇത് നെവിൻ കള്ളം പറയില്ല. നെവിൻ എന്റെ മുഖത്തേക്ക് കള്ളം പറഞ്ഞില്ല, നെവിൻ എന്റെ മുഖത്തേക്ക് സത്യം ചെയ്ത് പറഞ്ഞല്ലേ നെവിന്റെ പാത്രമല്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ നെവിനാണ് ക്ലീൻ ചെയ്യാത്തത്. അനീഷ് ആണെങ്കിൽ വിശ്വസിക്കുകയും ചെയ്തു. അനീഷ് വിശ്വസിച്ചിട്ട് പറയാണ്, അതാണ് അനീഷിന്റെ കുഴപ്പം. മറ്റുള്ളവർ പറഞ്ഞാൽ അനീഷ് അത് വിശ്വസിക്കില്ല. ശരിക്കും പറഞ്ഞാൽ അത് തെളിവ് സഹിതം കാണിച്ചു കൊടുത്തു. തെളിവ് സഹിതം പറഞ്ഞിട്ട് പോലും അനുമോള് പറഞ്ഞിട്ട് പോലും അനീഷ് അത് അവിടെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ നെവിൻ ലാസ്റ്റ് സമ്മതിക്കുന്നത്. നെവിൻ ലക്ഷ്മിയോട് പറയുന്നത് നീ എന്താ പാത്രം കഴിവാത്തത്, സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ കാര്യം പറഞ്ഞത്, നെവിനാണ് ആ പാത്രം കഴിവാത്തത്. നെവിൻ ഒടുവിൽ സമ്മതിക്കുന്നുണ്ട്. ഇത് നെവിൻ ഇത് കാണിക്കുന്നതൊക്കെ ഫണ്ണായിട്ടാണ് നെവിന്റെ ശരി. പക്ഷെ നെവിൻ ഇത് കാണിക്കുന്നതൊക്കെ ശുദ്ധ അലമ്പ് തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റൂല. ആൻഡ് ഇതിനുശേഷം ഇതിനിടയ്ക്ക് ആദിലയും ലക്ഷ്മിയും തമ്മിൽ ടോക്ക് കിടക്കുന്നത്. അതായത് അത് ഞാൻ പറയാൻ വിട്ടുപോയി, ആദിലയും ലക്ഷ്മിയും കൂടെ ഷാനവാസിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ലക്ഷ്മിയുടെ ആദിലോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ മെയിൽ ഷോവിനിസം പറഞ്ഞതാണ് പുള്ളിക്ക് പൊട്ടിപ്പോയത്. ആൻഡ് പുള്ളിക്ക് ഇനി ഇവിടെ ഒറ്റയ്ക്ക് ഗെയിം കളിക്കണമെന്നുണ്ട്, അതിനുള്ള പണിയാണ് പുള്ളിയെ കാണിക്കുന്നതാണ് ലക്ഷ്മി പറയുന്നത്. അങ്ങനെ കളിക്കുന്നെങ്കിൽ കളിക്കട്ടെ. പക്ഷെ ഷാനവാസിന്റെ ആ ഗെയിം എല്ലാം ഫ്ലോപ്പ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ആൻഡ് ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. ആൻഡ് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ഇവരൊക്കെ നല്ല അലമ്പാണ്. അതായത് മറ്റു സീസണിൽ പോലെ ഇവരിൽ ആരും ഒരു വിന്നിങ് ക്വാളിറ്റി ഞാൻ കാണുന്നില്ല. ഇതുപോലൊരു അലമ്പായിട്ടുള്ള കണ്ടസ്റ്റൻസിനെ ഒരു സീസണിലും കണ്ടിട്ടില്ല, സത്യം പറയാണ്. എല്ലാ സീസണിലും ഇങ്ങനെ പറയുന്നത്, പക്ഷെ ഈ സീസണിൽ ഇതുപോലെ അലമ്പായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസിനെ ഇതുവരെ കണ്ടിട്ടില്ല. അത് വളരെ ഫ്ലോപ്പ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയിപ്പോയി. ആർക്കും ഒരു വിന്നിങ് ക്വാളിറ്റി ഞാൻ ഇപ്പൊ കാണുന്നില്ല. സീരിയസ്ലി കൂടി വന്നപ്പോഴേക്ക് വിന്നിങ് ക്വാളിറ്റി ആരിലും കാണുന്നില്ല, വിന്നർ ആവാനുള്ള ക്വാളിറ്റി ആരിലും കാണുന്നില്ല. എനിവേ എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഈ നാളത്തെ വീക്ക്ലി ടാസ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഇന്ന് ഇത്രയേ ഉള്ളൂ. മാത്രമല്ല തമിഴിന്റെ റിവ്യൂ ഞാൻ ഇടുന്നുണ്ട്, വീക്ക്ലി റിവ്യൂ ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ അത് എല്ലാവരും കാണുക. നാളത്തെ റിവ്യൂ ആയിട്ട് വരുമ്പോഴത്തേക്കും ടാറ്റ ആൻഡ് താങ്ക് യു.